പക്ഷേ എങ്ങനെ ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യന്മാരെ അല്ലെങ്കിൽ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ എന്താണ് അവരുടെ കമ്മിറ്റ്മെന്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊക്കെയാണ് ടീച്ചർ എന്നിങ്ങനെ ആയത്. ടീച്ചറെ ഗോഡ് ബ്ലെസ് യു. ഇനിയും ടീച്ചർക്ക് ആയുസ്സും ആരോഗ്യം വരണം. പിന്നെ ഞങ്ങൾക്ക് വേറൊരു അവസരം ഉണ്ടായി. ചിത്ര ചേച്ചിക്ക് പത്മഭൂഷൺ കിട്ടുന്ന സമയത്ത് അന്ന് ഒരു ഫെലിസിറ്റേഷൻ നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ സ്റ്റേജിൽ ചേച്ചിയുടെ കൂടെ നിൽക്കുക. അന്ന് ടീച്ചർ സ്റ്റേജിൽ വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഗുരുനാഥ അന്നത്തെ ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യയെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് സംഗീതത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞാണ്, നമുക്കത് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞ് ഇനി പത്മശ്രീയൊക്കെ കിട്ടുകയാണെങ്കിൽ ടീച്ചറെ പോലുള്ളവർക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേർന്ന അവിടെ അപ്പോ എനിക്ക് അറിയാം, കാരണം എനിക്കറിയാനല്ല, ലോകം മുഴുവൻ അറിയാം ഇങ്ങനെയുള്ള വ്യക്തികൾ, ടീച്ചർമാരെയുള്ള വ്യക്തികൾ ഇനിയും മലയാളത്തിൽ വേണം. തിരുവനന്തപുരം ഇങ്ങനെയുള്ള പല ജില്ലകൾ വേണം. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് പാട്ടുകാരെ ഇറങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള ടീച്ചർമാരെ നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ there are some great musicians and singers on the go. So God bless you teacher. ടീച്ചറിനൊക്കെ ക്ലോൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 100 പേരെ ക്ലോൺ ചെയ്തിട്ട് ഇന്ത്യ മുഴുവനും വിടണം. ഞാൻ തമാശ പറഞ്ഞാണ്, പക്ഷെ ടീച്ചറെ പോലുള്ളവരെ ഇനിയും ഇന്ത്യയിൽ ഇനി ആവശ്യമുണ്ട്. God bless you. Thank you, Stephen. And one final